ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ വോട്ടെടുപ്പ് നടക്കുന്നത് 3 ഘട്ടങ്ങളായിട്ടാണ്. ഇന്ത്യൻ വോട്ടെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മണ്ഡലത്തിൽ 3 ദിവസങ്ങളിലായി വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. ജമ്മു കാശ്മീരിൽ ആകെയുള്ള 6 ലോക്സഭാ സീറ്റുകളിലേക്ക് 5 ഘട്ടങ്ങളായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാത്രമാണ് ജമ്മു കാശ്മീരിൽ നടക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുന്ന സാഹചര്യമല്ല സംസ്ഥാനത്ത് നിലനിൽക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ പറഞ്ഞു. അനന്ത്നാഗറിൽ 3 ഘട്ടങ്ങളായിട്ടാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. എത്രത്തോളം സങ്കീർണമാണ് അവിടത്തെ സ്ഥിതിയെന്ന് നിങ്ങൾ ഇതിൽ നിന്ന് സങ്കല്പിക്കാവുന്നതേയുള്ളൂ. വെറും 1ാം ഘട്ടത്തിൽ ഏപ്രിൽ 11-ന് ബാരാമുള്ള, ജമ്മു മണ്ഡലങ്ങളിലെ വോട്ടർമാരാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുക. ഏപ്രിൽ 18-ന് നടക്കുന്ന 2ാം ഘട്ടത്തിൽ ശ്രീനഗർ, ഉദ്ധംപൂർ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. അനന്ത്നാഗറിൽ ഏപ്രിൽ 23, 29, മെയ് 6 തീയതികളിലായിട്ടായിരിക്കും വോട്ടെടുപ്പ്. മെയ് 6-ന് ലഡാക്ക് മണ്ഡലത്തിലും വോട്ടെടുപ്പ് ഉണ്ടാകും. കാശ്മീരിലെ സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നിയമസഭാ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഉടൻ തീരുമാനം കൈക്കൊള്ളുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. കേന്ദ്രസേനയുടെയും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ലഭ്യത, അടുത്തിടെ നടന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥികളുടെ സുരക്ഷിതത്വം, ഇതെല്ലാം പ്രധാന വെല്ലുവിളികളാണെന്നും സുനിൽ അറോറ പറയുന്നു. ഇതിനിടെ കാശ്മീരിലെ തിരഞ്ഞെടുപ്പ് നിരീക്ഷിക്കുന്നതായി 3 അംഗ പ്രത്യേക സംഘത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചു. മുൻ CRPF DG ആയിട്ടുള്ള അമർജിത് സിംഗ് ഗിൽ, മുൻ IAS ഉദ്യോഗസ്ഥരായ നൂർ മുഹമ്മദ്, വിനോദ് സുക്ഷി എന്നിവരെയാണ് നിയോഗിച്ചത്. ജമ്മു കാശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ ഭരണത്തിലാണ് ജമ്മു കാശ്മീർ ഇപ്പോൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം കാശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് വിവിധ രാഷ്ട്രീയ കക്ഷികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പുൽവാമ ആക്രമണത്തിന് ശേഷം സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ അത്ര ശാന്തമല്ല എന്നുള്ളത് കണക്കിലെടുത്താണ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത്. 5 ഘട്ടങ്ങളിലായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ അനന്ത്നാഗ് മണ്ഡലത്തിൽ തന്നെയാണ് 3 ഘട്ടങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നത്. അത് കൂടുതൽ സങ്കീർണത സൃഷ്ടിക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ വ്യക്തമാക്കുന്നു. ജമ്മു കാശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാത്ത തീരുമാനത്തെ മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വിമർശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.